തല്ലി തോൽപ്പിക്കാനോ ജയിച്ച് കാണിക്കാനോ തിരിച്ചു വന്നതല്ല ഞാൻ. ജീവിക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ സമ്മതിക്കില്ല നീ. താളം കൊട്ടി മാത്രം ശീലിച്ചൊരു ശുദ്ധ ബ്രാഹ്മണനാണ് ഞാൻ. എന്റെ കാലിന്റെ താഴെ ഇപ്പൊ നിന്റെ നെഞ്ച് പിടയ്ക്കുന്ന താളവാ. ഞാൻ ആഞ്ഞൊരു ചവിട്ടിയ കച്ചേരിക്ക് കൊട്ടി നിർത്തുന്ന പോലെ ഇത് നിലയ്ക്കും. ഈ കളി ഇന്നത്തെ കൊണ്ട് നിർത്തിക്കണം. ഇതിനി കളിച്ച നമ്മളിൽ ഒരാളെ ഉണ്ടാവും. അത് നീ ആയിരിക്കില്ല. ആരാ സുധീവരൊക്കെ? നിങ്ങളൊക്കെ ആരാ? ടീച്ചറെ ഒരു 10 മിനിറ്റ് ഒന്ന് പുറത്തോട്ടിറങ്ങിക്കേ. അത് കഴിഞ്ഞിട്ട് മതി ഇവിടെ ക്ലാസ്. ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ഇവിടെ. എല്ലാവരും പുറത്തോട്ടിറങ്ങണം. പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. നീയാണല്ലേ കൃഷ്ണകുമാരൻ? ഇവനിട്ട് 4 തട്ട് തട്ടിന്ന് വിചാരിച്ച് കരിമ്പന്മാരുടെ നെഞ്ചത്തെ ഒരു പൂട പറിക്കാൻ പോലും നീ ആയിട്ടില്ല കേട്ടാ. അതിനുള്ള കരുത്തുമില്ല. അതുവരെ നിന്നെ വെച്ചേക്കത്തോളൂ പന്ന. കൊള്ളാം. നീ ആളൊരു കൊമ്പനാടാ. കടയ്ക്കലെ വെട്ടിയാലും തല ഉയർത്തി നിൽക്കും. അതാടാ ചങ്കൂറ്റം. പക്ഷെ മോൻ കാണിക്കുന്ന ഈ തിളപ്പുണ്ടല്ലോ, അതൊരൊറ്റ വേർപ്പിന് തീരും. എന്നിട്ടും തീരാത്തവരെ കുറെ കൊച്ചിക്കായലും കടലും കൊണ്ടുപോയിട്ടുണ്ട്. കടൽ കാണാൻ പോണോ? പറഞ്ഞത് കേട്ടില്ലേ? അല്ലെ പണ്ടേ കീറി വെച്ച ടീസി കൂടെ കൊണ്ടുവരും. നല്ല തങ്കപ്പെട്ട സ്വഭാവം. 4 കൊല്ലത്തിനിടയ്ക്ക് 6 പോലീസ് കേസ്, 5 സസ്പെൻഷൻ, പെണ്ണ് കേസ് 4. ബെസ്റ്റ് സ്റ്റുഡന്റ്. ഒരു അവാർഡ് കിട്ടേണ്ടവനാ. കീപ് ഇറ്റ് അപ്പ്. അച്ചോ, കൂടുതൽ വിളമ്പണ്ട, കൂടുതൽ കേൾപ്പിക്കണ്ട. ഏട്ടാ ഇറങ്ങാം. All students get into the class. Come on. കേട്ടില്ലേ? അകത്തിരിക്കുന്നവനുമായിട്ട് എന്തെങ്കിലും ചെങ്ങാത്ത ഉണ്ടെന്നറിഞ്ഞ അന്ന് നിന്റെ പഠിപ്പ് തീരും. കേട്ടോടി? ഒരാളിവിടെ ഉണ്ടായ ചവിട്ടിക്കൂട്ടല്ലേ? ഇടയ്ക്കൊക്കെ താഴോട്ട് നോക്ക് കേട്ടോ. നല്ല ഡീസന്റ് ഫാമിലി. തന്നോടുള്ള സ്നേഹം കൊണ്ട് പറയേ, ആകാശത്തിന് താഴെ എന്തെല്ലാം പോക്കൃത്തരങ്ങളുണ്ടോ അതെല്ലാം പൂന്തു വിളയാടുന്ന പുണ്യ പുരാതന സ്ഥലമായി ഇവിടം. അതിൽ മേജർ ഷെയർ ഉള്ളവരാ നേരത്തെ മീശയും പിരിച്ച് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയത്. സൂക്ഷിക്കണം. എനിക്കവിടെ പഠിച്ചേ പറ്റൂ ഫാദർ. എനിക്കവിടെ ജീവിച്ചേ പറ്റൂ. ഞാൻ അഞ്ജുന്റെ ഭാഗത്ത് തന്നെ. ഇവനും ഏട്ടന്മാരും കാണിച്ചതും പറഞ്ഞതും ഒക്കെ തെറ്റാ. എന്നാലും ഒരു പ്രാവശ്യത്തേക്ക് ഇവനോട് ക്ഷമിക്കണം. അല്ലേ ശിവേട്ടാ? അതിപ്പോ രണ്ടാളും കൂടെ സംസാരിച്ച തീർന്ന കാര്യമേ ഉള്ളൂ. എന്നാ പറയൂ. എന്റെ ശിവേട്ട, എന്നെ ആരെങ്കിലും തല്ലിന്ന് പറഞ്ഞാ എന്റെ ഏട്ടന്മാര് വെറുതെ ഇരിക്കോ? അതില്ല.
ആ പറഞ്ഞ സത്യ. അവര് വിളിക്കുമ്പോ എനിക്ക് കൂടെ ചെല്ലാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതിനിടയിൽ ആ തുറപ്പനച്ഛന്റെ വക ഒരു പ്രസംഗവും. ഞാൻ ക്യാമ്പസ് പൊളിറ്റിക്സിൽ സജീവമായിട്ടുണ്ടായിരുന്ന കാലത്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പോലീസ് കേസസും ഉണ്ടായിട്ടുണ്ട്. എന്നെ തകർക്കാനും നാണം കെടുത്താനും പെണ്ണ് കേസ് വരെ ഉണ്ടാക്കി. അതൊക്കെ പൊളിറ്റിക്സിന്റെ ഭാഗമാണെന്ന് ആർക്കും അറിയാത്തെ. എന്നിട്ട് കാര്യം അറിയാതെ മുഖം വീർപ്പിച്ച്. അത് ശരിയാ. One minute. നീ എവിടെയാ? ഏട്ടാ, ഞാൻ ശിവേട്ടന്റെ വീട്ടിലാ. ശിവേട്ടന് കൊടുക്കാം. ആ കൊടുക്ക്. ശിവേട്ടാ, ആ. അവനൊരു പണി കൊടുക്കാൻ പോവാ. എടാ കോപ്പേ, ഒരുമാതിരി എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടി കാണിക്കുന്നത്. ഒന്നാമത് അവൾ ഇപ്പോഴേ വയലന്റാ. എന്റെ മകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്റെ ഗുണമൊന്നും നോക്കില്ല. ഇനി അവനുമായിട്ടൊരു അടി ഉണ്ടായെന്നെങ്ങനെ അവൾ അറിഞ്ഞാൽ കാര്യങ്ങൾ എന്റെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് തൽക്കാലത്തേക്കൊന്ന് ക്ഷമിക്ക്. തിരിച്ചടിക്കാൻ നേരവും കാലവും ഒക്കെ വരും. അപ്പൊ മതി. ഓ മതിയെങ്കിൽ മതി. വണ്ടി ഇറ. കേടായ നന്നാക്കൂല, തല്ലി പൊട്ടിക്കണമല്ല. ആ രമേശിനെപ്പോ എത്തി? ഉച്ചക്കെത്തി. ശ്രീ എവിടെ? ശ്രീദേവി. ഓ, നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ അവൻ ഭയങ്കര ബഹളം. അതാ ഞാൻ ഓടിപ്പോന്നെ. ഇനിയിപ്പോ നിന്നെ കണ്ടു എന്നെങ്കിലും പറഞ്ഞ അവത്തിന് സമാധാനം കിട്ടുമല്ലോ. അല്ലെ അടുത്ത വണ്ടി കയറി പോരും. രാവിലെ തൊട്ട് ഞാൻ പറയാ ആ ഫോണൊന്ന് നന്നാക്കാൻ. എന്താടോ, ആ പമ്പ് ഹൗസിന് പുറമുള്ള സജിയോട് പറഞ്ഞ അവൻ വന്ന് നന്നാക്കില്ലേ? അതോ ഞാൻ പോയി പറയാം? ഇനിയിപ്പം നാളെ ആവട്ടെ. പറ്റില്ല, എനിക്കിന്ന് വിളിച്ചേ പറ്റൂ. മോള് വിഷമിക്കണ്ട, ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മുന്റെ ഫോണിൽ കൊടുത്തേക്കാം. എന്താടോ, ആരുടെ മുഖത്തൊരു തെളിച്ചമില്ലാത്ത ഒരു ഒളിച്ചുകളിയും കളത്തരവും ഒക്കെ? ഒന്നുമില്ല, രമേഷിന്റെ ചില ഫാമിലി മാറ്റേഴ്സ്. എന്താ രമേശ, ഭാര്യയുടെ പിണക്കൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നില്ലേ? ഇല്ല. ഓ, അതൊക്കെ അങ്ങ് ശരിയായിക്കോളും. എന്നാ പിന്നെ ഞാൻ ഫോൺ കൊടുത്തേക്കാം മോളെ. ശരി. ആ